അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2023 മാർച്ച് മാസം നമ്മുടെ +1 കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസിയിൽ ചോദിച്ച മാത്സിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20ാമത്തെ ക്വസ്റ്റ്യനാണ്. മാത്സിൽ ചോദിച്ച 20ാമത്തെ ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? 20ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എത്ര മാർക്കിനാടാ? എത്ര മാർക്കിനാണ്? നോക്കിയേ, എത്ര മാർക്കിനാണ്? എത്ര മാർക്കിനാണ്? നോക്ക് എത്ര മാർക്കിനാണ് ചോദിച്ചു നോക്കിയേ. 20ാമത്തെ ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാ? 6 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. 6 മാർക്കിന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമ്മളൊരു ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ട് മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കേട്ടോ, മീന്, വേരിയസ് അല്ലടാ, വേരിയൻസ് പിന്നെന്തുവാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ആദ്യം മീൻ കണ്ടുപിടിക്കാൻ പോയാണ് കേട്ടോ. മീനിന് ഹെഡിങ് കൊടുക്കുന്നു, മീൻ കണ്ടുപിടിക്കുന്നു. മീനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇന്ന് ക്ലാസ്. ഓക്കെ, അതാണ് അവൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയിരിക്കുന്ന ആദർശ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് കേട്ടോ, ആദർശ് കേട്ടോ. അപ്പോൾ ആദർശാണ് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയത് കേട്ടോ. അപ്പോൾ 10, 0, 10 ഏതാ എല്ലാവരും എഴുതി. എളുപ്പമാണ്, മക്കളെ, എളുപ്പമാണ്. 20, 20, 30 എഴുതി മക്കളെ, എഴുതടാ. 30, 40, 40, 50 എഴുതിയ മോനെ, എഴുതിയോ? എഴുതണം. ക്ലാസ് ദേവദത്തെ നല്ല ബുക്ക്, നല്ല വൃത്തിയായിട്ട് എഴുതണേ. മീൻ ക്ലാസ് 0, 10, 10, 20, 20, 30, 30, 40, 40, 50 പറഞ്ഞ് ക്ലാസ് അങ്ങോട്ട് എഴുതിയേ. എഴുതിയ എല്ലാവരും എഴുതിയോ? നീ എഴുതിയോ? നീ എഴുതി, രണ്ടാമത് എഴുതിയോ? വൃത്തിയായിട്ട് എഴുതി. ഇപ്പൊ ക്ലാസ് 0, 10, 10, 20, 20, 30, 30, 40, 40, 50 എഴുതിയ എല്ലാവരും? ഓക്കെ, യെസ്. അടുത്ത് നോക്കുക, ഫ്രീക്വൻസി നമ്മൾ എഴുതുന്നു. ഫ്രീക്വൻസി എഴുതുന്നു 5. ഇതാ എന്ത് ചെയ്യാം? 5, 8, 15, 16, 6. അപ്പൊ ഫ്രീക്വൻസി എഴുതി നമ്മളെന്താണ്? 5, 8, 15, 16, 6. മൂന്നൂടെ പറയുന്നു. മീൻ കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ക്ലാസ് എഴുതുന്നു, ഫ്രീക്വൻസി എഴുതുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എഴുതിയോ? അടുത്ത കാണാം മിഡ് വാല്യൂ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. മിഡ് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ്. മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. മിഡ് വാല്യൂ എന്ത് കൊടുക്കുന്നു? നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. മിഡ് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. മിഡ് വാല്യൂ കേട്ടോ. മിഡ് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു കേട്ടോ. മിഡ് വാല്യൂ എക്സ്. മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ ഓക്കെ ആണോ? മിഡ് വാല്യൂവിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. നോക്കടാ ക്ലാസ്. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0. മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ നോക്കടാ. മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കടാ. 0, 10 രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഭാഗിക്കണം, ഡിവൈഡ് ചെയ്യണം. 0ത്തെ 10 കൊണ്ട് കൂട്ടുമ്പോൾ 10, 10/2 എത്ര? 5 എഴുതിയാ. 20ഉം 10 കൂടെ കൂടെ എത്ര? 30 ഇടാം. 30/2 എത്രടാ? 15. 30, 20, 30 കൂടെ എത്ര? 50 ഇടാം. 50/2 എത്രടാ? 25. 30, 40 കൂടെ എത്രടാ? 70 ഇടാം. 70/2 എത്രടാ? പറയടാ. 35. 30, 40 കൂടെ എത്രടാ? 90 അല്ലയോ? 90/2 എത്രടാ? 45. അപ്പൊ മിഡ് വാല്യൂ കിട്ടി. ഇനി എളുപ്പമാണ്. ഇനി എന്താണ്? എഫ് എക്സ് തമ്മിൽ ഗുണിക്കണം. എഫ് എക്സ് ഗുണിച്ച എഫ് എക്സ് തമ്മിൽ 5 × 5 എത്രടാ? 25. 8 × 15 എത്രടാ? 8 × 15 എത്ര? 8 × 15 എത്ര? 120. 25 × 15 എത്ര? 375. 16 × 35 എത്ര? 500. 16 × 35 നോക്കിയേ.
16 ഗുണം 35 എത്രയാ? 500. 16 ഗുണം 35 എത്ര? 16 ഗുണം 35. 16 ഗുണം 35 എത്ര? എത്രയാണ്? 560. ദെൻ അടുത്തത് 45 ഗുണം 6 എത്ര? 200. ഓക്കെ. അപ്പൊ 5 ഗുണം 5 25, 8 ഗുണം 15 120. ദെൻ 15 ഗുണം 25 375, 16 ഗുണം 35. ഇത് തമ്മിൽ ഗുണിക്കുക FX. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയേ, മീൻ കണ്ടുപിടിക്കാൻ പോവാ. ഇതെല്ലാം കൂടെ കൂട്ടിയേ സിഗ്മ FX. ഇതെല്ലാം കൂടെ കൂട്ടിയേ സിഗ്മ FX കൂട്ട്. റെഡി? കൂട്ടിയാ? റെഡി? FX 1350. ഇനി മീൻ കണ്ടുപിടിക്കുന്ന പറയട്ടടാ. ഇവിടെ എഴുതട്ടാ. മീൻ ഞാൻ താട്ടിയതാണ്. മീൻ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എസ് ബാർ, മീനിന്റെ മറ്റൊരു പേരാണ് എസ് ബാർ എന്ന് വിളിക്കുക കേട്ടോ. ഈസ് ഈക്വൽ ടു സിഗ്മ FX. ഇപ്പൊ കിട്ടിയ സിഗ്മ ഉണ്ടല്ലോ, FX ഉണ്ടല്ലോ, അതേ ബൈ സിഗ്മ F. സിഗ്മ F എന്ന് പറയാണ്ട് F എല്ലാം കൂടെ കൂട്ടണം കേട്ടോ. 8 5 എത്ര മോനെ? 13 അല്ലൂടാ. 13 15 എത്ര? 28 അല്ലൂടാ. 28 16 എത്ര? 44 അല്ലൂടാ. 44 6 എത്രടാ? 50 കേട്ടോ. കേട്ടടാ. 8 5 13, 13 15 28, 28 16 44, 44 6 എത്രയാണ്? 50. 8 5 13, 13 15 28, 28 16 44, 44 6 50 കേട്ടോ. 50 കൊണ്ട് വായിക്കണം. 1350 സിഗ്മ FX ബൈ 50. എത്ര കിട്ടും? 1350 ഭാഗം 50 എത്ര കിട്ടും? എത്ര കിട്ടൂടാ? 1350 ഭാഗം 50. ഈ പൂജ്യം വെട്ടിപ്പോയി അല്ലേ? എത്ര കിട്ടും? 20. 135 5 ഭാഗം 27. അപ്പൊ എന്താണ്? മീൻ കിട്ടി. എത്രയാ മീൻ കിട്ടിയേക്കുന്നത്? മീൻ കിട്ടി എത്രയാ? 27 കിട്ടിയല്ലോ. ഇതോടെ പറയുന്നത് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 6 മാർക്കിന് ചോദിച്ചാണ്. 2023 മാർച്ച് മാസം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിനാ? 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എത്രയാണ്? ക്ലാസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. 0 10 10 20 20 30 30 40 40 50 കൊടുത്തിട്ടുണ്ടല്ലോ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5 8 15 16 6 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ദെൻ ഇനി നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിച്ച് എങ്ങനെയാ? 0 10 കൊണ്ട് കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 20 കൊണ്ട് കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20 30 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇല്ലയോ? ദെൻ അങ്ങനെ നമ്മൾ X കിട്ടി, മിഡ് വാല്യൂ കിട്ടി. X FX തമ്മിൽ ഗുണിച്ചില്ല, FX കിട്ടി. ദെൻ മീൻ കിട്ടുന്നതാണ് സിഗ്മ FX ബൈ സിഗ്മ F. സിഗ്മ FX എത്രയാണ്? 1350 ആണ് സിഗ്മ FX. സിഗ്മ F എന്ന് പറഞ്ഞാൽ 50 ആണ്. 1350 ഭാഗം 50. നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 27. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഇല്ലയോ? അപ്പൊ മീൻ കിട്ടി. ഓക്കെ ആണ് അതോ? ഓക്കെ. പിന്നെ അപ്പൊ 1350 ഭാഗം 50 27. കിട്ടിയോ? കിട്ടിയോ? പറഞ്ഞുതരാം. അടുത്ത് നോക്കിയാ വേരിയൻസ് കണ്ടുപിടിക്കാൻ പോവാ. അടുത്ത് നോക്കിയാ വേരിയൻസ്. വേരിയൻസ് ഇവിടെ നമുക്ക് അത് വ്യക്തമാണോ നോക്കണം. വീഡിയോക്കകത്ത് വേരിയൻസ് നോക്കണം. വേരിയൻസ് ആണല്ലോ. വേരിയൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വേരിയൻസ് കണ്ടുപിടിക്കാൻ പോവാ. വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. വേരിയൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ അറിയോ? വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? സിഗ്മ അല്ലെങ്കിൽ സിഗ്മ F X സ്ക്വയർ ബൈ N മൈനസ് സിഗ്മ
എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. കേട്ടോ കേട്ടോ? കേട്ടോ? അങ്ങനെയാണ് സിഗ്മ എഫ് എക്സ് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ സിഗ്മ എഫ് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ കേട്ടോ? ആദ്യം എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം മോനെ, പറയടാ എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെ ഇത് ഞാൻ പിന്നെ പറയാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ 27 ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്വയർ എടുത്താലും മതി കേട്ടോ. പിന്നെ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്നല്ലോ 27, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. സിഗ്മ എഫ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. എക്സിൻ്റെ സ്ക്വയർ നമുക്കറിയാമല്ലോ. എക്സ് 5 അല്ലയോടാ? 5ൻ്റെ സ്ക്വയർ എത്ര? 5 ഗുണം 5 എത്ര? 5ൻ്റെ സ്ക്വയർ 25 15ൻ്റെ സ്ക്വയർ എത്ര? 225 ആണല്ലോ, അല്ലയോ? 25ൻ്റെ സ്ക്വയർ എത്രയാ? 25ൻ്റെ സ്ക്വയർ എത്രയാടാ? 625 ആണല്ലോ. 625 ആണല്ലോ. അപ്പൊ അടുത്തേതാ? 35 സ്ക്വയർ എത്ര നോക്ക്? 35 സ്ക്വയർ 1225. ഇതിന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ 25, 15ന്റെ സ്ക്വയർ 225, 25ന്റെ സ്ക്വയർ 625, 30ന്റെ സ്ക്വയർ 1225 കേട്ടോ. അടുത്ത 40ന്റെ സ്ക്വയർ എത്ര? 2020. അത് ഗുണിച്ചാലും മതി കേട്ടോ. 45 ഗുണം 45 ഗുണിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാ ഒന്നുകൂടെ പറയുന്നത്? എങ്ങനെയാണ്? 5ന്റെ സ്ക്വയർ മോനെല്ലാ ശ്രദ്ധിക്കടാ. 5ന്റെ സ്ക്വയർ എത്രടാ? 25 അല്ലടാ. അതേപോലെ 15ന്റെ സ്ക്വയർ എത്രടാ? 225 അല്ലയോടാ. അതേപോലെ 30ന്റെ സ്ക്വയർ എത്രടാ? 25 സ്ക്വയർ എത്ര? 625 അല്ലയോ. 30ന്റെ സ്ക്വയർ എത്ര? 1225 അല്ലയോ. 40ന്റെ സ്ക്വയർ എത്ര? 2025 അല്ലയോടാ. മനസ്സിലായോ? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടുന്നതിന് മുമ്പ് എഫ് കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചിട്ട് കൂട്ടാ കേട്ടോ. കാരണം എഫ് എക്സ് സ്ക്വയർ നമുക്ക് വേണ്ട. എഫ് എക്സ് കേട്ടോ. പിന്നെ കൂട്ടാതെ ഇത് കൂട്ടരുത്. എഫിനെ ഗുണിക്കണം. എക്സ് സ്ക്വയറിന് എഫ് കൊണ്ട് ഗുണിച്ചോടാ. 5 ഗുണം 20 എത്ര? 125 ആണോ? എഫിനെ എക്സ് സ്ക്വയറിന് ഗുണിക്കണം. 8 ഗുണം 225 1000 എത്ര? 800. അടുത്ത 15 ഗുണം 625 9375. അടുത്ത 16 ഗുണം എന്താണ്? 1225 19600. ദെൻ 6 ഗുണം 2025 12 ആണ് വിളിക്കണ്ടേ? 12150. അപ്പൊ ഇതും എഫും എക്സ് സ്ക്വയറും. എഫും എക്സ് സ്ക്വയറും മറക്കല്ലേ? എഫും എക്സ് സ്ക്വയറും പിടിയിട്ടാ. എഫും എക്സ് സ്ക്വയറും എന്ന് വിളിക്കണം. ഓക്കെ, യെസ്. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ട്. അപ്പൊ കിട്ടുന്നതാണ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. എത്ര കിട്ടും? കൂട്ടിയാ എത്ര കിട്ടി? പറഞ്ഞോ. 430 50. അതെത്ര? 4,43,050 ഇല്ലയോ? 43,050 ഇല്ലടാ. കിട്ടിയോ? യെസ്. 430 അല്ലേ? യെസ്. നമ്മളിവിടെ എഴുതുകയാണ്. എന്താണ്? സിഗ്മ എഫ് എക്സ് സ്ക്വയർ 430 അല്ലേ? ഇല്ലയോ? ബൈ എൻ എത്ര? എൻ സിഗ്മ എഫ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എത്ര? 50. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ഇല്ലയോ? 50 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇതാ കിടക്കുന്നത് 50 കേട്ടോ. സിഗ്മ എഫ്. അപ്പൊ എൻ എത്ര? 50. എന്നിവിടെ സിഗ്മ എഫ് ആണ് അഞ്ഞ് കേട്ടോ. മനസ്സിലായോ? മൈനസ്. ഇനി നമുക്കൊരു കാര്യം വരും. എന്താണ് ഈ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്നത്? ഈ 1350 ഇല്ലയോ? അതെയോ? അതെന്ന് പറയുന്നത് 27 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയിട്ടില്ലടാ. 27ന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. 27 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും മോനെ? 430 എത്രടാ കിട്ടുന്നത്? 861 മൈനസ് 27 സ്ക്വയർ എത്രടാ?
എത്ര 729. അപ്പോൾ നമുക്ക് എന്താണ് അതായത് 861 729 കുറച്ചാൽ മതി. എത്ര കിട്ടും? 132. ഞാൻ പറയുന്നതാണ് 132. അപ്പൊ ആൻസർ കിട്ടി. എത്ര വേരിയൻസ് കിട്ടി? എത്ര പോലെ വേരിയൻസ് എത്ര കിട്ടിയ? 132. 130. വേരിയൻസ് നമ്മളോട്ട് എഴുതാണ്, മേലോട്ട് എഴുതാണ്. വേരിയൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 132. കിട്ടിയല്ലോ? കിട്ടിയോ? കിട്ടിയോടാ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര? അപ്പൊ വേരിയൻസ് കിട്ടി. അപ്പൊ മീൻ കിട്ടി. എത്ര മീൻ എത്ര കിട്ടി നമുക്ക്? മീൻ കിട്ടിയത് എത്ര കിട്ടിയ? 27. വേരിയൻസ് കിട്ടി എത്രയാ? 132. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെ? വേരിയൻസിന് എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാനിവിടെ ഇത് കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. റൂട്ട് വേരിയൻസ് എത്ര കിട്ടിയേക്കുന്നത്? 132. എത്ര കിട്ടും ആൻസർ? 130 റൂട്ട് എത്ര കിട്ടും? 11.48. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയ 11.48. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളിവിടെ പറഞ്ഞു തരികയാണ്. മീൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ക്ലാസ് എടുക്കുന്നു, ഫ്രീക്വൻസി എടുക്കുന്നു, മിഡ് വാല്യൂ എടുക്കുന്നു ഇല്ലയോ? മിഡ് വാല്യൂ എടുക്കാൻ അറിയാം നമുക്ക്. 0, 10 ഇതാണ്. രണ്ടോടെ കൂട്ടുക, രണ്ടോട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് 5, 15, 20, 25, 30 കിട്ടി അല്ലേ? പിന്നെ FX ഇട്ട് അറിയാമല്ലോ. FX നമ്മൾ എന്ത് ചെയ്യുക? ഗുണിക്കുക. അതാണ് FX അല്ലേ? പിന്നെ നമുക്ക് മീൻ കിട്ടി. അതുകൊണ്ട് ഇതാണ് അല്ലാതെ കൂട്ടി F കൊണ്ട് ഡിവൈഡ്, അതായത് N കൊണ്ട് ടോട്ടൽ സിഗ്മ F തന്നെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടോട്ടൽ F കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 50 ആണ്. അപ്പോൾ 27 കിട്ടി അല്ലേ? ദെൻ ഇനി നമുക്ക് എന്താണ് X സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാം. ഇതിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കുക. പിന്നെ Fന് F സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. അത് ടോട്ടൽ എടുക്കുക. ആ ടോട്ടൽ ഡിവൈഡ് ബൈ എന്താണ് N അല്ലേ? അത് 50 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ? 43,50/50 എത്ര കിട്ടും? 860 കിട്ടും. പിന്നെ 27 അറിയാമല്ലോ. 27 കിട്ടി അറിയാമല്ലോ. മീൻ അല്ലേ? മീനിൽ അല്ലയോ? ഓക്കെ ആണല്ലോ? മനസ്സിലായോ? ഞാൻ മനസ്സിലായോ? അപ്പോൾ വേരിയൻസ് കിട്ടി. വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ക്ലിയർ ആണ്? മനസ്സിലായല്ലോ?